മുല്ലപ്പെരിയാർ പ്രശ്നം അന്താരാഷ്ട്ര ശ്രദ്ധയിലെത്തിക്കാൻ സമരസമിതി നടത്തുന്ന 1 ലക്ഷം ഒപ്പുശേഖരണത്തിന് 4 സബ് കമ്മിറ്റികൾ രൂപവൽക്കരിച്ചു. ജേക്കബ് പനന്താനം, CS രാജേന്ദ്രൻ, ഷിനോജ് ജോസഫ്, റോജി സലീം എന്നിവർ ഭാരവാഹികളായ സബ് കമ്മിറ്റിയാണ് രൂപവൽക്കരിച്ചത്. എറണാകുളം, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിൽ ഒപ്പുശേഖരണം നടത്തും. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിംഗിന് പരാതി നൽകി ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച ചെയ്യിക്കാനാണ് സമരസമിതിയുടെ ശ്രമം. രാഷ്ട്രപതി, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കും നിവേദനം നൽകും. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ട് 138 വർഷം പൂർത്തിയായ ഒക്ടോബർ 29-ന് ഒപ്പുശേഖരണം സിഗ്നേച്ചർ ചലഞ്ച് തുടങ്ങിയിരുന്നു. 1 മാസം നീണ്ടുനിൽക്കുന്ന ഒപ്പുശേഖരണം കുട്ടിക്കാനം മരിയൻ കോളേജിൽ ലോക സമാധാന സംഘടനാ അംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ഉദ്ഘാടനം ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ ഡാം 40 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകുന്നത്. സബ് കമ്മിറ്റിയുടെ ചാർജായി സമിതിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ റോജി സലീം, ബഹുമാനപ്പെട്ട ജോസഫ് പനന്താനം, ബഹുമാനപ്പെട്ട PD ജോസഫ്, ബഹുമാനപ്പെട്ട ഷിനോജ് അടങ്ങുന്ന 4 അംഗ സംഘത്തിന് ഇതിൻ്റെ ചുമതല കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തെ പരിഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അംഗങ്ങളും ഈ പരിപാടി വിജയിപ്പിക്കുവാനും ലോക മനസാക്ഷിയുടെ ഭാഗമായി മുല്ലപ്പെരിയാറിനെ എത്തിക്കുന്നതിനായി നിങ്ങളുടെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണം ഈ ക്യാമ്പയിൻ ഉണ്ടാകണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നവംബർ 29-ന് നിവേദനങ്ങൾ അയക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ്, ജനറൽ കൺവീനർ സിബി മുത്തുമാക്കുഴി, ലീഗൽ സെൽ ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, ട്രഷറർ PD ജോസഫ്, PRO ഷിനോജ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി.